ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതുക. നമ്മൾ ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇക്വേഷനാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു നമുക്ക് കാണുമ്പോൾ അറിയാം ഏരിയ വ്യത്യാസമുണ്ട്, എൽ വ്യത്യാസമുണ്ട്, ലോഡ് വ്യത്യാസമുണ്ട്. ഓൺലി വ്യത്യാസം ഇല്ലാത്തതാണ് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ 1/E ഇൻറ്റു നമ്മുടെ നേരത്തെയുള്ള അതേ ഫോമുലയാണ് എന്താണ് P1L1/A1 പ്ലസ് P2L2/A2 പ്ലസ് P3L3/A3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ 1/യങ്സ് മോഡുലസ് എഴുതുമ്പോൾ 1 × 2 × 10⁵ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. P1 നമുക്കറിയത്തില്ല. L1 നമുക്കറിയാം 140 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്റർ മില്ലിമീറ്റർ ആക്കുക എത്രയാണ്? 1400. ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1400 ഡിവൈഡഡ് ബൈ ഏരിയ എത്രയാണ്? 650 പ്ലസ് P2ന്റെ L2ന്റെ വാല്യൂ 75 സെന്റിമീറ്റർ ആണ്. അപ്പൊ 750 mm ആണ്. 750 ഡിവൈഡഡ് ബൈ 3000 മില്ലിമീറ്റർ സ്ക്വയർ പ്ലസ് P3 ഇൻറ്റു L3യുടെ വാല്യൂ എത്രയാണ്? L3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പോൾ 1000 mm ഡിവൈഡഡ് ബൈ L3/A3 എത്രയാണ്? 1400 തന്നിട്ടുണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് P1, P2, P3 കണ്ടുപിടിക്കണം. ബട്ട് ഇവിടെ നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? P1ന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 60 കിലോ ന്യൂട്ടൺ. ആ P1 അല്ല, ഇത് ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ആവുന്ന ഫോഴ്സുകളാണ്. അതേപോലെ P3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 500 കിലോ ന്യൂട്ടൺ. അതേപോലെ P4ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 150 കിലോ ന്യൂട്ടൺ. പക്ഷെ P2ന്റെ വാല്യൂ തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പടത്തിൽ കാണിച്ചിങ്ങനെ P2 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ P2 അല്ല, ഇത് പടത്തിൽ കാണിച്ചിരിക്കുന്ന P2. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫോഴ്സും റൈറ്റ് ഹാൻഡ് ഫോഴ്സും ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഒറിജിനൽ ഇവിടെ കാണിച്ചിരിക്കുന്ന വാല്യൂ. അപ്പൊ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ നോക്കിയാൽ P1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് പോണത്. P1 പ്ലസ് P2 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് പോണത്. അപ്പൊ P2 പിന്നെ P3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകണം. P3 പ്ലസ് P4 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകണം. P4. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കാറുള്ളത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോകുന്ന ഫോഴ്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് പോകുന്ന ഫോഴ്സ്. അപ്പൊ ഇതിൽ P1ന്റെ വാല്യൂ 60 കൊടുക്കുക, P3യുടെ വാല്യൂ 500 കൊടുക്കുക, P2ന്റെ വാല്യൂ എത്ര കൊടുക്കുക? അത് തന്നെ കൊടുക്കുക. P4ന്റെ വാല്യൂ എത്ര? 150 കൊടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? P2 കിട്ടും. P2 എത്ര കിട്ടും? അങ്ങോട്ട് പോകുമ്പോൾ 560 150 410 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം പടം വരയ്ക്കുക. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം പടം വരയ്ക്കുക. അതായത് നമുക്ക് ഒറിജിനലി ഉള്ള P1 അല്ല. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു ഫോഴ്സ്. ഇത് വെച്ചിട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ P1ന് പകരം നമ്മൾ ഇവിടെ എത്ര എഴുതാൻ പോണു? P1ന് പകരം ഞാൻ ഇവിടെ എഴുതാൻ പോണ വാല്യൂ എന്ന് വെച്ചാൽ കളർ മാറ്റാം. P1ന്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ 60. അപ്പോൾ ഇവിടെ 60 കിലോ ന്യൂട്ടൺ എഴുതുക. അടുത്ത ഇവിടെ P2ന്റെ വാല്യൂ എത്രയാണ്? P2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 410 കിലോ ന്യൂട്ടൺ. അടുത്ത P3യുടെ വാല്യൂ എത്രയാണ്? P3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 500 കിലോ ന്യൂട്ടൺ അല്ലേ. അടുത്ത P4ന്റെ വാല്യൂ എത്രയാണ്? 150 കിലോ ന്യൂട്ടൺ, 150 കിലോ ന്യൂട്ടൺ. ഇനി ഈ പടത്തിൽ നിന്നാണ് നമ്മൾ P1 കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം P1 ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എത്രയാണ്? P1 ഈസിക്കൽ എത്രയായിരിക്കും? 60 കിലോ ന്യൂട്ടൺ. P3 എത്രയായിരിക്കും? 150 കിലോ ന്യൂട്ടൺ. അപ്പൊ ഇനി P2 മാത്രം നമുക്ക് കണ്ടുപിടിക്കാം. P2ന്റെ ഫോർമുല എന്ന് വെച്ചാൽ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു -500 വരുന്നുണ്ട്, പ്ലസ് 150 വരുന്നുണ്ട്. ഓക്കെ, ഇത് കൂട്ടുക. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സൈഡ് നോക്കുക, -410 വരുന്നുണ്ട്, അതിൽ നിന്ന് ഒരു 60 കുറച്ചാൽ മതി. അപ്പൊ രണ്ടും കൂടെ കുറച്ചാലും മൈനസ് എത്ര കിട്ടും? 350 കിട്ടും. രണ്ട് സൈഡ് -350 കിട്ടും. അപ്പൊ P2ന്റെ വാല്യൂ എത്രയാണ്? -350. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുക്കാനുള്ള വാല്യൂ എത്രയാണ്? -350. കംപ്രസീവ് ഫോഴ്സ് ആണ് കിട്ടിയത്. അത് ഇവിടെ കൊടുക്കുക. P1ന്റെ വാല്യൂ 60 ഇവിടെ കൊടുക്കുക. P3ന്റെ വാല്യൂ എത്ര കൊടുക്കുക? 150 കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് ഫോഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ.